വെൽക്കം ടു എബിറ്റേസ്. ഇന്ന് ഞങ്ങൾ ഒരു ക്രിസ്മസ് വ്ലോഗ് ചെയ്യുവാണ്. ക്രിസ്മസിൻ്റെ പ്രിപ്പറേഷൻ വ്ലോഗ്. അതിൽ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ ഇൻവോൾവ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ക്രിസ്മസ് പ്രിപ്പറേഷൻ ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ചുമ്മാ ഞാനൊരു പ്രിപ്പറേഷൻ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഞങ്ങൾ ഈ ക്രിസ്മസ് വരെ എങ്ങനെ എത്തി എന്നൊരു സ്റ്റോറി. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ആംസ്റ്റർഡാം ട്വിസ്റ്റ്. ക്രിസ്മസ് എല്ലായിടത്തെയും അടിപൊളിയാണ്. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. എബിൻ്റെ ഈ ഷോട്ട് മിസ് ചെയ്തില്ലല്ലോ. ഇപ്പം തന്നെ മനസ്സിലായില്ലേ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ സ്റ്റോറി. സോ ബേസിക്കലി യൂറോപ്പിലും പിന്നെ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്രിസ്മസ് ഡെക്കറേഷൻസ്, ക്രിസ്മസ് ട്രീ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെ, വീട്ടിലെ ആൾക്കാരൊക്കെ എല്ലാവരും മാച്ചിങ് ഔട്ട്ഫിറ്റൊക്കെ ഇടും. എസ്പെഷ്യലി ക്രിസ്മസ് ഡിസൈൻസ് ഉള്ള വുളൻ സ്വെറ്റേഴ്സ് അങ്ങനത്തെ ഒക്കെ ഇടും മാച്ചിങ്. ഇതൊക്കെ ഇന്ത്യയിലും ചെയ്യുന്നുണ്ടായിരിക്കും, ബട്ട് അതത്രയും നോർമൽ, അത്രയും ഒരു യൂഷ്വൽ കാര്യമല്ലല്ലോ. പക്ഷേ ഇവിടെ ഞാൻ അത് കണ്ടിട്ടുമുണ്ട്. എസ്പെഷ്യലി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം കുറേ ക്രിസ്മസ് അങ്ങനത്തെ വുളൻ ടോപ്സ്, വുളൻ സ്വെറ്റേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാച്ചിങ് ക്രിസ്മസ് ഡിസൈൻ വരുന്ന സ്വെറ്റേഴ്സൊക്കെ മേടിച്ച് ക്രിസ്മസ് ഡെക്കോർ ചെയ്യാമെന്ന്. പിന്നെ ഈ ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്യുമ്പം കയ്യിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വേണം സൈഡിൽ. ഞങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. ബിക്കോസ് കാര്യം ചെറിയ ട്രീ ഒക്കെ ആണെങ്കിലും ടാസ്ക്. വിശപ്പിൻ്റെ അസുഖം ഓടി വരാം. സോ ബാക്ക് ടു ദ മെയിൻ കഥ. ഞങ്ങൾ മാൾട്ടേ വന്നിട്ട്, എബിൻ ഇവിടെ വന്നിട്ട് 2 വർഷവും ഞാൻ കറക്റ്റ് 1 വർഷമായി. ഞാൻ ഇങ്ങനെ ഒരു ക്രിസ്മസ് ടൈമിലാണ് ഇവിടെ വന്നത്. സോ ഐ വാസ് വെരി വെരി എക്സൈറ്റഡ് ഫോർ ക്രിസ്മസ്, എസ്പെഷ്യലി യൂറോപ്യൻ ക്രിസ്മസ്. പിന്നെ ഇത് റിയലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ലൈറ്റ്സൊക്കെ തന്നെ കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ നിങ്ങളിവിടെ മൾട്ടീസ് വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഏതെങ്കിലും വീഡിയോസിൽ. ഇവിടെ എല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡാണ്. സോ ബാക്കി സമയത്ത് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയില്ലെങ്കിലും പക്ഷേ ക്രിസ്മസ് ടൈമിൽ ഇത് അടിപൊളിയാണ്. എല്ലായിടത്തും ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല രസമാണ്. ഞാൻ ലാസ്റ്റ് ഇയർ വന്നത് ഈ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്രീ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. കുറച്ച് ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങളൊരു ലൈറ്റുള്ള സ്റ്റാറും ഒരു ക്രിസ്മസ് റീത്തും കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റിംഗ് ലൈഫ്. ബിക്കോസ് എനിക്ക് വന്ന പാടെ പിന്നെ അങ്ങ് ട്രബിൾ ചെയ്യണ്ടായിരുന്നു. ബിക്കോസ് മാൾട്ടയിൽ വന്നവർക്ക് ശരിക്കും അറിയാം, ഇവിടെ എത്തുമ്പോൾ കുറച്ച് ദിവസത്തെ സ്ട്രഗിൾസും ബുദ്ധിമുട്ടും ചിലവോ ഒന്നും പറയണ്ട. ബട്ട് അന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നെക്സ്റ്റ് ഇയർ എനിക്ക് ചെറിയ രീതിയിലായാലും എനിക്കൊരു ട്രീ വേണം. നമ്മുടെ ഒരു നിഷ്കളങ്കയായ, ശരിയാണോ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു കുഞ്ഞു മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും എന്നെനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതാ ഈ വർഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ആംസ്റ്റർഡാം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഒരു ക്രിസ്മസ് മാർക്കറ്റും ഒക്കെ പ്രമാണിച്ച് പിന്നെ ടിമിയും ജോസേട്ടനെയൊക്കെ കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആംസ്റ്റർഡാം പോയത്. പക്ഷെ നവംബർ മാസത്തിൽ അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റൊന്നും കൂടാൻ പറ്റില്ല. ഇനി അഥവാ പോസിബിൾ ആണെങ്കിലും ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അത് എൻഡ് മൊമെൻറ്റിൽ അത് ക്യാൻസലാക്കി. അതൊക്കെ പോട്ടെ. പക്ഷേ ക്രിസ്മസ് മാർക്കറ്റൊന്നും കൂടിയില്ലെങ്കിലും മനസ്സ് തുറന്ന് ക്രിസ്മസ് ഐറ്റംസ് മേടിച്ചു. ഈ ക്രിസ്മസ് ഐറ്റംസൊക്കെ മാൾട്ടേ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഒത്തിരി ചീപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. പിന്നെ ഇതൊക്കെ മേടിച്ചപ്പോഴും റിമെമ്പർ, ട്രീ മേടിച്ചിട്ടില്ല കേട്ടോ. ബട്ട് ഈ വർഷം ട്രീ സെറ്റാകും എന്ന നല്ലൊരു വിശ്വാസത്തിൽ ഒരു സൂട്ട് കേസ് നിറച്ച് ക്രിസ്മസ് ഐറ്റംസ് മേടിച്ചു. മനസ്സിലൊരു ബഡാ ബുഷി ട്രീ ആയിരുന്നു, ബട്ട് ഒരു മീഡിയം സൈസിൽ ഞങ്ങൾ ഒതുക്കി. ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ട്രീ ഒക്കെ സെറ്റായി വന്നപ്പം ഡബിൾ ഹാപ്പി. പിന്നെ ഈ ചുറ്റിക്കെട്ടൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ എൻഡ് റിസൾട്ട്. ഇത് ഞങ്ങളുടെ ട്രയലൊക്കെ ആയിരുന്നു. പിന്നെ എപ്പോൾ വെളിയിൽ പോയാലും ഞങ്ങൾ 2 പേർക്കും ഇങ്ങനത്തെ ക്രിസ്മസ് ഐറ്റംസ് ഇഷ്ടമായതുകൊണ്ട് 1 by 1 ഇങ്ങനെ മേടിക്കും. അതാ ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് അങ്ങനത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഒന്നും ഇല്ലാത്ത. വേറെ കളർ വേണോ? ഞങ്ങളുടെ ട്രീ സെറ്റായി. എങ്ങനെയുണ്ട് കുട്ടി ട്രീ?
ഞങ്ങളുടെ ട്രീയിലെ ഹാങ്കിങ്സൊക്കെ കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ക്യൂട്ട് ഹോളി ഫാമിലി. എനിക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയതാണ്, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ ഐറ്റംസൊക്കെ സെറ്റായി വന്നപ്പം ഹാപ്പിയായി. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ക്രിസ്മസ് ട്രീ സെറ്റപ്പും ഞങ്ങളുടെ ഈ സ്റ്റോറിയും നമ്മളുടെ ഉള്ള ഒരു ജീവിതവും എല്ലാം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു എബി ടെയിൽസ്. Ciao!